മീര വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു പനീർ കറി ഉണ്ടാക്കാമേ. ഞാനിവിടെ കുറച്ച് പനീർ എടുത്ത് വെച്ചിട്ടുണ്ട്, അത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്കൊരു ഗ്യാസ് സ്റ്റവിലോട്ട് ഒരു പാൻ ചൂടാക്കാൻ വയ്ക്കാം. അതിനകത്തോട്ട് കുറച്ച് ബട്ടറും കൂടി ഇട്ട് കൊടുക്കാമേ. അത് ബട്ടർ ഒന്ന് മെൽറ്റായി വരുമ്പോഴത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു അര സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് നല്ലപോലെ ബട്ടറിൻ്റെ കൂടെ ഇളക്കി ചേർക്കാം. നല്ലപോലെ ബട്ടർ ഒന്ന് ലൂസായി വരുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന, കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പനീർ കൂടി ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം. ഈ ബട്ടർ നല്ലപോലെ മെൽറ്റായതിന് ശേഷമാണ് പനീർ ഇട്ട് കൊടുക്കേണ്ടത്. എന്നിട്ട് നമുക്കിതിനെ ഒന്ന് തിരിച്ചും മറിച്ചും ഇട്ട് ഒന്ന് മുരിച്ചെടുക്കാം. ഒരുപാട് ഡീപ്പായിട്ട് ഫ്രൈ ചെയ്യേണ്ട, ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് ശേഷം ആ ബട്ടറിൽ തന്നെ കുറച്ച് നല്ല ജീരകം ഇട്ട് കൊടുക്കാം. അതൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് ഒരു 2 മീഡിയം സവാള ഞാനിവിടെ കുനുകുനാന്ന് അരിഞ്ഞിട്ടുണ്ട്, അതും കൂടി ഇട്ട് കൊടുക്കാമേ. എന്നിട്ട് അത് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അതൊന്ന് നല്ല പോലെ വഴറ്റിയതിന് ശേഷം ഞാനിവിടെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതും കൂടി ഇതിനകത്തിട്ട് കൊടുത്ത് നല്ലപോലെ ഇളക്കാം. ഇത് നല്ലപോലെ ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ നമുക്ക് ഇളക്കാം. ഫ്ലെയിം ഒന്ന് താത്ത് വെച്ചതിന് ശേഷം നമുക്ക് ഇതിൽ ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 3/4 ടീസ്പൂൺ മുളക് പൊടി എടുക്കുന്നുണ്ട്. പനീറിന് സാധാരണ എരി കുറച്ചാണ് ഇടുന്നത്, പച്ചമുളകൊന്നും ഇടുന്നില്ല. അതിനുശേഷം ഒരു 1.25 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മൂപ്പിക്കാം ഈ 2 പൊടികളും കൂടെ. ഇത് മൂപ്പിച്ചതിന് ശേഷം കുറച്ച് ഗരം മസാല പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കാം. ഒരുപാട് ഗരം മസാല ഇട്ട് കൊടുക്കണ്ട, കാരണം നമ്മൾ കുറച്ച് ജീരകം നേരത്തെ ഇട്ടതിൻ്റെ ഫ്ലേവർ മുന്നിട്ട് നിൽക്കണം. അപ്പോൾ ആ ഒരു രീതിക്ക് വേണം ഗരം മസാല ഇടാൻ. എന്നിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കിയെടുക്കാം. എന്നിട്ടൊരു മീഡിയം സൈസ് സവാളയല്ല, തക്കാളി നമുക്കിവിടെ കുനുകുനാന്ന് അരിഞ്ഞ് അതും കൂടി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി ഒന്ന് വെന്തുടഞ്ഞ് വരുന്നത് വരെ, തക്കാളി ഒന്ന് വെന്തുടഞ്ഞ് വരുന്നത് വരെ നമുക്കൊന്ന് ഇളക്കാം. തക്കാളിയും സവാളയൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. എന്നതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് കുറച്ച് സമയം തണുക്കാൻ മാറ്റി വയ്ക്കാമേ. അതിന് ശേഷം നമ്മൾ ഇതൊന്ന് അരച്ചാണ് എടുക്കുന്നത്. മിക്സിയുടെ ചൂടാറിയതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഞാൻ ഇതിനകത്തൊരു 5-6 കാഷ്യൂം കൂടെ ഇട്ടിട്ടുണ്ട്, അത് പറയാൻ വിട്ടു ഇടയ്ക്ക്. കാഷ്യൂം കൂടെ ഇട്ടിട്ട് വേണം ഇതൊന്ന് വാങ്ങി വയ്ക്കാൻ. ഒരുപാട് ചൂടാണ്ട കാഷ്യൂ ഇട്ടതിന് ശേഷം ഒന്ന് ഇതായതിന് ശേഷം അതും കൂടെ വച്ചിട്ട് വേണം നമുക്കിത് അരയ്ക്കാനായിട്ട് ഇടാം. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. നല്ലപോലെ അരച്ചെടുത്തതിന് ശേഷം പുളിയില്ലാത്ത കുറച്ച് തൈര്, അതായത് ഒരു 1.5 ടീസ്പൂൺ തൈരും കൂടെ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് ഒഴിക്കേണ്ട, കുറച്ച് മതിയേ. അതും കൂടെ ഒഴിച്ച് ഒന്നും കൂടി ഒന്ന് അടിച്ചെടുക്കാം. അതിന് ശേഷം നമുക്ക് പാൻ അടുപ്പിലോട്ട് വെച്ച് കൊടുത്ത് ഇത് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് തിളപ്പിക്കാം. എൻ്റെ ചാനൽ കാണുന്നവർ പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി എടുത്തേക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ അവിടെ ഫ്രൈ ആക്കി വെച്ചിരിക്കുന്ന ഇതുണ്ടല്ലോ, പനീറും കൂടി ഇട്ട് കൊടുക്കാമേ. ഇതൊന്ന് ഈ ഇട്ടയ്ക്കുന്ന കൂട്ട് ഒന്ന് നല്ലപോലെ തിളച്ചതിന് ശേഷം ഇട്ടാൽ മതി. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. ഒന്ന് ഇതിനകത്ത് കിടന്ന് നല്ലപോലെ ഈ കൂട്ടെല്ലാം ഈ പനീറിനകത്തോട്ട് ഒന്ന് പിടിക്കുന്ന ഇതിൽ നല്ലപോലെ ഒന്ന് തിളപ്പിച്ച് എടുക്കാം. അതിനുശേഷം നമുക്ക് കുറച്ച് മല്ലിയില ഞാനിവിടെ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് അതും കൂടി ഇതിൻ്റെ പുറത്തോട്ട് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. നമുക്ക് ഈ ഉലുവയുടെ ഇല ഉണ്ടല്ലോ, ഉണക്കി പൊടിച്ച ഉലുവയുടെ ഇലയൊക്കെ ഉണ്ടെങ്കിൽ അതും ഒന്ന് കൈക്ക് ഇട്ട് കൊടുത്താൽ
നല്ലൊരു ഫ്ലേവർ കിട്ടും കേട്ടോ. പക്ഷേ എനിക്ക് ഇവിടെ അതിൻ്റെ സ്മെല്ല് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ എടുത്തിട്ടില്ല. നിങ്ങൾക്ക് അതിടാം. അതിനുശേഷം വാങ്ങി വെച്ച് നമുക്കൊരു സെർവിങ് പാത്രത്തിലോട്ട് മാറ്റി വെച്ച് ഇത് ഉപയോഗിക്കാം. ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. മറ്റൊരു ദിവസം വേറൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു.